കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഗിയർ ഫുൾ ഇതിലല്ലേ പോണത്, ടോപ്പിലാണ് പോണത്, ടോപ്പ് ഗിയറിൽ. ഞങ്ങൾ താജ്മഹൽ പോകുന്ന വഴിയാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ നിർത്തി. അത് അവർ തന്നെയാണ് നിർത്തുക. നമ്മളവിടെ പോയി ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. ലൊക്കേഷൻ എടുത്തിട്ട് ഫുഡ് കഴിച്ചിട്ടാണ്. ഞാനൊന്ന് ഇവിടെ വാഷ്റൂമിൽ കൊണ്ടുപോയിട്ട് എൻ്റെ മൊബൈൽ വെച്ചിട്ട് പഞ്ചാബി ഫുഡാണ്. പഞ്ചാബി എന്താവും അറിഞ്ഞൂടാ, എന്ത് ഫുഡാണെന്ന് അറിഞ്ഞൂടാ. ശരിക്കും നല്ല എക്സ്പീരിയൻസ്. ഓരോ ദിവസം ഓരോ എക്സ്പീരിയൻസ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ഇവിടെ മെനു നോക്കിയപ്പോൾ സൗത്ത് ഇന്ത്യൻ ഡിഷ് ഒന്നും കൊടുത്തിട്ടുണ്ട്. ഇനി അവർ വന്നാലേ അറിയാവൂ ഉണ്ടോ ഇല്ലയോ എന്ന്. നോക്കട്ടെ. ലൈറ്റ് അല്ലാത്ത കുറേ സംഭവങ്ങളൊക്കെയാണ്, കേട്ടിട്ടില്ലാത്ത സംഭവങ്ങളാണ് ഇവിടെ മെനു കാണുന്നത്. ഒരു ചെറിയൊരു പോർഷൻ സൗത്ത് ഇന്ത്യൻ ഡിഷ് ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ നമ്മളൊരു 3 ഐറ്റം പറഞ്ഞു. ഒന്ന് മാഗി മസാല, പിന്നെ ഒന്ന് പനീർ പറാത്ത പറഞ്ഞു, പിന്നെ ഒന്ന് പനീർ പക്കോട. വന്ന് നോക്കട്ടെ അപ്പോൾ അറിയാം എന്താ സംഭവം. ആദ്യം വിചാരിച്ച് മാഗി തന്നെ വാങ്ങാമെന്ന്, പിന്നെ വിചാരിച്ചൊരു ഇപ്പോഴല്ലേ ഇത് പരീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം ഒരു പനീർ പറാത്ത പറഞ്ഞു. അപ്പോൾ അതും പിന്നെ ഒരു പനീർ പക്കോടയും പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ വരുമ്പോൾ അറിയാൻ എന്താവും. പനീർ പൊറോട്ട. ഞാൻ പനീറൊക്കെ തേച്ചിട്ട് എങ്ങനെയാണ്, പനീറല്ല ബട്ടർ അല്ല മീൻസ് പനീർ പൊറോട്ട. അതിൽ ബട്ടർ വെച്ചിട്ടുണ്ട്. ആ ബട്ടർ മെൽറ്റ് ചെയ്ത് അവിടെ തേച്ചിട്ട് ഇങ്ങനെയാണെന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല ചൂടുണ്ട്. അതിൽ ആ മെൽറ്റായിട്ട് ഒരു അച്ചാറും ഇതിനുള്ള ചമ്മന്തിയാണോ? കൊള്ളാമോ എന്ന് ചോദിച്ചാൽ കൊള്ളാം. ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ വലിയ ഇഷ്ടപ്പെട്ടില്ല. സംഭവം ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരു പരീക്ഷണം എന്നുള്ള രീതിക്ക് ഇപ്പോഴല്ലേ ഇത് പറ്റുള്ളൂ എന്നുള്ള രീതിക്ക് ഒന്ന് വാങ്ങിച്ചെന്നേ ഉള്ളൂ. ഒരു ചമ്മന്തി പോലെ സംഭവം എന്താണെന്ന് അറിയില്ല. വേറെ ഓപ്ഷനൊന്നും കഴിക്കുന്നുള്ളൂ. കഴിച്ചു നോക്കുക. മാഗി വന്നു. മാഗി വന്നിട്ടുണ്ട്. ഇനി മാഗി ഇവർ നമ്മൾ ഉണ്ടാക്കും പോലെയാണെന്ന് നോക്കാം. സ്കൂളിൽ നിന്ന് പോയ ചൂടുണ്ട്. മാഗിയിൽ വലിയ വ്യത്യാസമില്ല. നോർമൽ മാഗി കൊള്ളാം. നമ്മൾ നോർമൽ മാഗി പോലെ തന്നെ. ഇനി ഒരു സംഭവം കൂടെ വരാനുണ്ട്. പനീർ പക്കോട അല്ലേ, അതും കൂടി വരാനുണ്ട്. അതും കൂടെ നോക്കാം. പക്ഷേ നമ്മളിപ്പോൾ കഴിച്ചതിൽ നിന്ന് പനീർ പൊറാത്ത അത് ആദ്യം കഴിച്ചപ്പോൾ പറ്റിയില്ല. പക്ഷെ കഴിക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഇഷ്ടം തോന്നി. പക്ഷെ അപ്പോഴത്തേനും തീർന്നു പോയി. എല്ലാം നല്ല കാര്യം ഒരിക്കലും തീരുന്നു. ഈ മയം കൂടെ പറയാം വേണോ? പറ. അപ്പോൾ പനീർ പക്കോട അവസാനം എത്തിയിട്ടുണ്ട്. ഇനി ചട്നിയും കൂടെ വരും, നോക്കട്ടെ. ഈ 2 ചട്നിയുണ്ട്, ഒരു പച്ച കളറും ഒരു ചുവപ്പ് കളറും. ചുവപ്പ് പുളിയും ഉണ്ടെന്നാണ് പറഞ്ഞത്. പുളിയും മധുരവും.
പച്ച കളറ് ചട്നി മുക്കിയിട്ടുണ്ട് അത് മുളക് എരിയിടാം. അതാണ് കൊള്ളാമെന്നുള്ള ചുവപ്പ് പച്ചമുളക്. ചുവപ്പ് അല്ല, പുളിയും മധുരമാണ്. പക്ഷേ ഇത് ഗ്രീൻ കളർ ചട്നി കൊള്ളാം, എരിയാണ്. അതുപോലെ എനിക്ക് ഫുഡ് ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ ഇത് നേരമൊക്കെ കഴിക്കാൻ കൊള്ളാം, അതിക്കൊള്ളൊന്നും പറ്റില്ല. അപ്പം ഇങ്ങനൊരു സ്ഥലത്ത് വന്നു നമ്മളിങ്ങനൊരു ഫുഡ് ട്രൈ ചെയ്യണം. ഓക്കെ, ഒറ്റ പ്രാവശ്യം സാരി. മാഗിയുടെ മസാല നമ്മൾ കാപ്പി കുടിച്ചിട്ട് ഇറങ്ങി. വെള്ളം കിട്ടിയില്ല. വെള്ളം കിട്ടിയാതെ കാരണം കൂട്ടി വാങ്ങിച്ച് വെള്ളം കുടിക്കാതെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം വെള്ളം കിട്ടാത്തതാണ്. ഇവിടുത്തെ വെള്ളമൊന്നും വാങ്ങിച്ചിട്ട് ശരിയാവുന്നില്ല. അവസാനം പിന്നെ ഫ്രൂട്ടി വാങ്ങിച്ചു, അത് പിന്നെ കുഴപ്പമില്ല. തൽക്കാലം ഫ്രൂട്ടിയിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു.